പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ 100% ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകിവരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോട്ടക്കൽ നഗരസഭ വാർഡ് 18-ലെ ഇന്ത്യന്നൂർ അംഗനവാടിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടക്കൽ നഗരസഭ വാർഡ് 18-ലെ ഇന്ത്യന്നൂർ അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA നിർവഹിച്ചു. അവരുടെ വളർച്ചയിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്ന ഒരു കേന്ദ്രമാണ് എപ്പോഴും അംഗനവാടി. അതുകൊണ്ടാണ് ഈ മഴയത്തും ഇത്രയധികം സ്ത്രീകളും കുട്ടികളും കുടുംബവും ഒക്കെ ഇവിടെ ഇങ്ങനെ താല്പര്യം കൊണ്ടാണ് വന്നു നിന്നിട്ടുള്ളത്. അംഗനവാടികൾക്ക് സ്ഥലം ലഭിക്കുക എന്നത് നാട്ടുകാർ പലയിടത്തും എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ ഈ മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തിലും അംഗനവാടികൾക്ക് സ്ഥലം ലഭിച്ചത് മുഴുവൻ സൗജന്യമായാണ്. എല്ലാവരും അതിന് തയ്യാറായി മുന്നോട്ട് വരികയാണ്. കാരണം അതിങ്ങനെ കാണുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റാവുന്ന ഒരു കേന്ദ്രത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു പ്രവണത നമ്മുടെ മണ്ഡലത്തിൽ പലയിടത്തും പല ആളുകളും നമുക്ക് സ്ഥലം നൽകിയിട്ടുണ്ട്, സൗജന്യമായി തന്നെ. അത് എവിടെയും മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ സ്ഥലം നൽകിയത് കൊണ്ടാണ് 17.5 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ അംഗനവാടിയുടെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചത്. കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷത വഹിച്ചു. അംഗനവാടിക്കായി സ്ഥലം സൗജന്യമായി നൽകിയ മുളഞ്ഞു പുലാൽ മുഹമ്മദ് കുട്ടി ഹാജിയെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. ICDS സൂപ്പർവൈസർ TV മുംതാസ്, നഗരസഭ വൈസ് ചെയർമാൻ ചാരട മുഹമ്മദ് അലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ, കൌൺസിലർമാരായ സുഫൈറ ഷാഹു, സി മൊയ്തീൻ കുട്ടി, സബിന, സരള ടീച്ചർ, റാഷിദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സാമൂഹിക രംഗത്ത് സജീവമായ KV മുഹമ്മദ്, ജാഫർ കുഞ്ഞു, KV ഷെരീഫ്, ഫിറോസ് MP തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ ചെയറുകൾ ഗ്ലോബൽ KMCC സ്പോൺസർ ചെയ്തു. അംഗൻവാടി അമ്മമാർ ചേർന്ന് വാർഡ് കൌൺസിലർ സുഫൈറയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ഇന്ത്യന്നൂർ AMLP സ്കൂൾ പ്രധാന അധ്യാപിക മിനി ടീച്ചർ സംഭാവനയായി നൽകി.